കെ.പി.സി.സിയിൽ സമ്പൂർണ്ണ പുനഃസംഘടനയില്ലെന്ന് കെ മുരളീധരൻ. അങ്ങനെ ഒരു ചാപ്റ്റർ പോലും തുറന്നിട്ടില്ല. തൃശൂർ ഡി.സി.സി പുനഃസംഘടനയ്ക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. കെ.പി.സി.സി ഒഴിവുകൾ നികത്തുന്ന കാര്യം പിന്നെ ആലോചിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. നൃപൻ ചക്രവർത്തിയാണ് വാർത്തയിൽ വിവരങ്ങൾ നൽകാനുള്ളത്. നൃപൻ, വി.ഡി. സതീശന്റെ അപ്രമാദിത്യം നേതാക്കൾ ഒന്നടക്കം നിന്ന് എതിർത്ത് പരാജയപ്പെടുത്തി എന്നാണോ ഇതിൽ നിന്ന് വിലയിരുത്തേണ്ടത്? സുധാകരൻ നേതാക്കളിൽ നിന്ന് ലഭിച്ച പിന്തുണ അവസാനം സമ്പൂർണ്ണ പുനഃസംഘടനയില്ല എന്നൊരു തീരുമാനത്തിൽ കോൺഗ്രസിനെ എത്തിച്ചുവെന്നാണോ? തീർച്ചയായും കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ അടക്കം പറഞ്ഞതിൽ നിന്നും ഒപ്പം തന്നെ ഇപ്പോൾ കെ മുരളീധരൻ മുൻ കെ.പി.സി.സി അധ്യക്ഷനും കൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെ നിലപാട് കർക്കശത്തോടെ പറയുന്ന ഒരാൾ കൂടിയാണ് കെ മുരളീധരൻ. കെ മുരളീധരന്റെ മറുപടിയിൽ നിന്ന് നമുക്കിത് വായിച്ചെടുക്കാവുന്നതാണ്. കെ മുരളീധരൻ പറയുന്നത് കെ.പി.സി.സിയുടെ സമ്പൂർണ്ണ പറയുന്നു. അങ്ങനെ ഒരു ചാപ്റ്റർ പോലും കെ.പി.സി.സി തുറന്നിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് കെ മുരളീധരൻ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ ഒരു പുനഃസംഘടന ഉണ്ട് എങ്കിൽ അത് തൃശൂർ ഡി.സി.സിയെ സംബന്ധിച്ച് മാത്രമാണ്. ഇപ്പോൾ ഒഴിവുകളെ സംബന്ധിച്ച് ഒഴിവുകളില്ലേ? കെ.പി.സി.സിയിൽ മരണപ്പെട്ടുപോയ കെ.പി.സി.സി ഭാരവാഹികളുടെ ഒഴിവുകൾ നികത്താനുണ്ട്. ഒപ്പം തന്നെ ഡി.സി.സി അധ്യക്ഷന്മാരെ സംബന്ധിച്ച് നേരത്തെ തന്നെ പ്രവർത്തനക്ഷമമല്ലാത്ത ഡി.സി.സികളെ മാറ്റണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞത് ഒരേ ഒരു ഡി.സി.സി തൃശൂർ ഡി.സി.സിയെ സംബന്ധിച്ച് മാത്രമാണ് ഗൗരവതരമായ പുനഃസംഘടന ആവശ്യമുള്ളത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നന്നായി പോവുകയാണ്. കെ.പി.സി.സി ഒഴിവുകൾ നികത്തുന്ന കാര്യം പിന്നെ ആലോചിക്കുമെന്ന് കെ മുരളീധരൻ പറയുന്നു. കാരണം ഈ കെ.പി.സി.സിയിലെ ഈ സജീവമല്ലാത്ത പ്രധാനപ്പെട്ട ഭാരവാഹികളെ ഒഴിവാക്കി ഡി.സി.സി പുനഃസംഘടനയിലേക്ക് പോകാനായിരുന്നു എ.സി.സി തീരുമാനിച്ചിരുന്നത്. അപ്പോഴാണ് വി.ഡി. സതീശൻ കെ.പി.സി.സി അധ്യക്ഷൻ അടക്കം മാറി സമ്പൂർണ്ണ പുനഃസംഘടന വേണം എന്ന വാദം മുന്നോട്ട് വെച്ചത്. പക്ഷേ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒപ്പമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ പരസ്യമായി രംഗത്തെത്തി. ഒപ്പം തന്നെ ഈ കാര്യങ്ങളിൽ കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ നിഷേധിച്ചു. താൻ ഇപ്പോൾ തൽക്കാലം ഒഴിയുന്ന കാര്യം ആലോചിച്ചിട്ടില്ല, പദവിയിൽ തുടരുമെന്ന് വ്യക്തമാക്കി. അങ്ങനെ സുധാകരന്റെ പിന്നിൽ മറ്റ് നേതാക്കൾ, അതിർത്ത വിഭാഗങ്ങൾ, മുതിർന്ന നേതാക്കളും പുതിയ തലമുറയിലെ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ അണിനിരുന്നതോടെ പൂർണ്ണമായി വി.ഡി. സതീശൻ ഒറ്റപ്പെട്ടു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് പോകുന്നില്ല, ആ ചാപ്റ്റർ അവസാനിച്ചു എന്ന് കെ മുരളീധരൻ അസന്നിഗ്ധമായി പറയുന്നത്. ഇനി കെ സുധാകരൻ തുടരും. ഒഴിവുകൾ എന്തെങ്കിലും നികത്തുകയാണെങ്കിൽ പിന്നീട് ആലോചിക്കാനാണ് സാധ്യത. തൽക്കാലം കഴിഞ്ഞ ദിവസം നമ്മളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തെന്നാണ് കെ.പി.സി.സി പുനഃസംഘടന വഴിമുട്ടി. അത് സ്ഥിരീകരിക്കുന്ന നിലപാട് തന്നെയാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടായിരിക്കുന്നത്. അന്ന അതെ, നൃപൻ, ചാണ്ടിയുമ്മൻ കോൺഗ്രസിൽ നേതാക്കൾക്കെതിരെ രംഗത്ത് വരുന്നു. അതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. മുരളീധരൻ മുൻപും ഇത് പുനഃസംഘടന എന്നത് വെറും വ്യാജ വാർത്തയാണ് എന്ന തരത്തിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ സുധാകരൻ അതിൽ താൻ ഒഴിയുന്നില്ല എന്നൊരു വിശദീകരണം കൊടുത്തതോടുകൂടി ആ വാർത്ത അവിടെ തന്നെ ചർച്ചയ്ക്ക് മുതൽക്കൂട്ടായി എന്നാണ്. സ്വാഭാവികമായും ഈ ചർച്ചകളോ ഈ തർക്കങ്ങളോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമൊന്നുമല്ല എങ്കിൽ കൂടെ വി.ഡി. സതീശനെ ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം വളരെ പെട്ടെന്നൊന്നും പുറത്തു കടക്കാനാവില്ല എന്ന് വിലയിരുത്താമല്ലോ. വി.ഡി. സതീശൻ തുറന്നുവിട്ട പുതിയ ചർച്ച അദ്ദേഹത്തിന് എതിരായി എന്നതാണ്. മുഴുവൻ നേതാക്കളും അദ്ദേഹത്തിന് എതിരായി. മാത്രമല്ല വി.ഡി. സതീശന് സമ്പൂർണ്ണമായി വി.ഡി. സതീശൻ കോൺഗ്രസ് ആധിപത്യം സ്ഥാപിക്കുന്നു. അത് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. സരിന്റെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തേക്ക് പോക്ക്, ഷാനിബിന്റെ പരസ്യ പ്രസ്താവന, ഇതുമായി ബന്ധപ്പെട്ട നിലപാട്, ഇതുമായി ബന്ധപ്പെട്ട് പല നേതാക്കളും പ്രതികരിച്ചിരുന്നു. ഏകാധിപത്യ രീതിയിലാണ് വി.ഡി. സതീശൻ മുന്നോട്ട് പോകുന്നത്. ആ നീക്കത്തിനുള്ള തിരിച്ചടിയായി കൂടി ഇതിനെ കാണേണ്ടി വന്നു. കാരണം സുധാകരനെ മാറ്റിയിട്ട് സമ്പൂർണ്ണ പുനഃസംഘടന നടത്തി പാർട്ടിയെ കൂടി പിടിച്ചെടുക്കാനുള്ള വി.ഡി. സതീശന്റെ നീക്കം നടത്തതോടുകൂടിയാണ് ഈ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും പുതിയ തലമുറയിലെ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കളും പരസ്യമായി രംഗത്തെത്തിയത്. അത് ഏറെക്കുറെ കൈക്കൊള്ളി എന്ന് തന്നെ പറയാം. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അദ്ദേഹം ഉന്നയിച്ച, അദ്ദേഹം നടത്തിയ നീക്കം പൊളിഞ്ഞുപോയി എന്ന് മാത്രമല്ല ഇക്കാര്യങ്ങളിൽ മുരളീധരൻ കൂടി നിലപാട് വ്യക്തമാക്കിയതോടുകൂടി സമ്പൂർണ്ണമായ ഒരു പുനഃസംഘടന കെ.പി.സി.സിയിൽ ഉണ്ട്. കെ.പി.സി.സിയിൽ സമ്പൂർണ്ണമായ ഒരു പുനഃസംഘടനയില്ല എന്ന മുരളീധരന്റെ പ്രതികരണം. തൃശൂർ ഡി.സി.സിയുടെ പുനഃസംഘടനയ്ക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എന്നാണ് മുരളീധരന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നൃപൻ ചക്രവർത്തി വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്.